സാർ നമസ്കാരം. ഇന്ത്യയെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്മുട്നിക് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ ബംഗ്ലാദേശിൽ കലാപം നടന്നു തുടങ്ങിയ ആ സമയത്ത് കേരളത്തിലല്ല ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള സൽമാൻ ഖുർഷിദ് പറഞ്ഞൊരു കാര്യമുണ്ട്: നരേന്ദ്രമോദി രാജ്യം വിട്ട് ഓടേണ്ടി വരും. നരേന്ദ്രമോദിയെ ഇതുപോലെ അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അതുപോലെ അട്ടിമറിച്ച് രാജ്യത്ത് നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിൽ വലിയ ഒരു പ്രസ്താവന അയാൾ ഇറക്കിയിരുന്നു. പക്ഷെ കോൺഗ്രസ്സുകാർ ഇതിനെ കണ്ടത്, ഏത് മണ്ടനും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണല്ലോ ഇത്, ജനാധിപത്യമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് അത് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. സ്പുട്നിക് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയെ അട്ടിമറിക്കാനായി, അല്ലെങ്കിൽ ഇന്ത്യയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനായി ഒരു അമേരിക്കൻ ഡിപ്ലോമാറ്റ് ഇന്ത്യയിൽ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ട്, എസ്പെഷ്യലി ഹൈദരാബാദ്. ഈ ഹൈദരാബാദിൽ തന്നെ അവർ കറങ്ങിത്തിരിഞ്ഞ് നടക്കാനുള്ള കാര്യം, ഈ NDAയുടെ സഖ്യകക്ഷിയാണല്ലോ TDP. TDPയുടെ ചന്ദ്രബാബു നായിഡുവിനെ വലയിട്ട് പിടിച്ച് അട്ടിമറിക്കാനാണ്, അതായത് BJP ഭരണം അട്ടിമറിച്ച് രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനാണ് ഇവരുടെ ശ്രമം എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അമേരിക്കൻ സർക്കാർ നയതന്ത്രജ്ഞരും അനുബന്ധ ഗ്രൂപ്പുകളും മുഖേനയാണ് ഇത് അവർ നടത്തുന്നത്. പോരാത്തതിന് ഇതിന് കൂട്ടായിട്ട് ആന്ധ്ര ബാപ്റ്റിസ്റ്റ് ചർച്ച്, ആ ഒരു സെക്ടറും ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹൈദരാബാദിന്റെ അമേരിക്കൻ മിഷന്റെ ചുമതലയുള്ള US കോൺസൽ ജനറൽ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവരുടെ പേര് ലോർസൺ, ജെനിഫർ ലോർസൺ എന്നാണ്. പക്ഷെ ഇവർ അമേരിക്കൻ ഡിപ്ലോമാറ്റ് ആണെന്ന് പറയുമെങ്കിലും ഇവർ കൂടിക്കാഴ്ച നടത്തുന്നതെല്ലാം ഒവൈസിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു, രേവന്ത് റെഡ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയുടെ തലവനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. നമ്മുടെ പാർലമെന്റിൽ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവരുമായിട്ട് നടത്തുന്നു. അതിന്റെ ആവശ്യം എന്താണ്? വഖഫ് നിയമ ഭേദഗതിയിൽ TDPയുടെ ന്യൂനപക്ഷ സെല്ലിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ കയറി ഇടപെടുകയാണ്. അപ്പോ സ്പുട്നിക് എപ്പോഴേ പറഞ്ഞു, അതായത് അമേരിക്ക ഇവിടെ ഒരു അട്ടിമറിക്ക് ശ്രമിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അതായത് നമ്മുടെ ഇന്ത്യൻ ഇന്റലിജൻസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ സാറിനോട് തന്നെയാണെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ ഇന്റലിജൻസിനെ സംബന്ധിച്ചിടത്തോളം 100 തവണ അവർ പ്രയത്നിക്കുകയാണെങ്കിൽ അവർക്ക് 100 തവണയും സക്സസ് ആവണം. പക്ഷെ ഒരു ഭീകരവാദിക്ക് അങ്ങനെയല്ല. അവന് 100 തവണ പ്രവർത്തിക്കുകയാണെങ്കിൽ 1 തവണ സക്സസ് ആയാൽ മതി. 100 തവണ അവൻ ബോംബ് സ്ഫോടനം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അവന് ഒരൊറ്റ തവണ സക്സസ് ആയി കഴിഞ്ഞാൽ ആ സ്ഫോടനം നടക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ 100 തവണ നടത്താൻ അവൻ ശ്രമിക്കുമ്പോഴും നമുക്ക് 100 തവണയും സക്സസ് ആയാൽ മാത്രമേ അത് തകർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോ ഇന്റലിജൻസ് ഇത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള കളികൾ? എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരെന്തിനാണ് ഇന്ത്യയിൽ കടന്ന് കറങ്ങുന്നത്? ഇവരെന്തിനാണ് ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നത്? ഇന്ത്യൻ ഇന്റലിജൻസ് അധികാരികൾ ജെനിഫർ ലോർസണും ഇന്ത്യൻ പ്രതിപക്ഷ നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ എല്ലാം തന്നെ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിൽ? ഈ അമേരിക്കൻ കൺസുലേറ്റ് ഹൈദരാബാദിലുള്ളത് ഭാരത് ദേശത്തില് ഓൾമോസ്റ്റ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കൺസുലേറ്റ് ആണ്. പുതിയതായിട്ട് പണിതാണ്. ഇതിനുമുമ്പ് അവരൊരു ചെറിയൊരു ബിൽഡിങ്ങിൽ, ഗവൺമെന്റ് ബിൽഡിങ്ങിലായിരുന്നു അവർ, പൈഗ പ്ലാസ പാലസ് എന്ന സ്ഥലത്ത്, ഹൈദരാബാദ് സിറ്റിയുടെ ഉള്ളിലായിരുന്നു, ബേഗംപേട്ട. ഇപ്പോൾ ഒരു ഹൈടെക് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരത്ത് ഒരു വലിയ മാസ്, എനിക്ക് പറഞ്ഞ ഒരു 10-50-100 ഏക്കറിങ്ങിലുണ്ടാവും, അത്ര സ്ഥലത്ത് വലിയൊരു കൺസുലേറ്റ് പണിത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സ്റ്റുഡൻറ് വിസയിലെ ഏറ്റവും കൂടുതൽ നമ്പർ 1 ഇഷ്യൂയിങ് സെന്റർ ഹൈദരാബാദാണ്. മിക്കവർക്കും ഡൽഹി അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് ഹൈദരാബാദിലാണ് കൊടുക്കുക. ഇപ്പൊ നമ്മളിതിൽ കണ്ടിരിക്കേണ്ടത്, നമ്മുടെ രാംലല്ല ഐഡൽ നിർമ്മിച്ചത് യുവരാജ് അല്ല, അങ്ങനെ പേര് ആണ്. അതെ അതെ അതെ, പുള്ളിക്ക് അമേരിക്കയിലേക്ക് വിസ കിട്ടിയിട്ടില്ല. അപ്പോ അത് നടന്ന ദിവസം, അതോ അതിന് മുമ്പിലത്തെ ദിവസമായിരുന്നു ഒവൈസിയെ കണ്ടത് ഇവര്. ഓഫ്കോഴ്സ് അവർ പറയും ഞങ്ങളുടെ ഒരു ജനറൽ, ഞാൻ അവിടുത്തെ കൺസുലേറ്റ് ജനറൽ ആകുമ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ, ലീഡേഴ്സിനെ കാണണം, എൻ്റെ ഏരിയ ഉണ്ടല്ലോ, ആന്ധ്ര ഏരിയ, തെലങ്കാന ഏരിയയിൽ എല്ലാവരും കാണണം എന്ന് പറയും. അങ്ങനെയാണ് ഒരു കോൺസെപ്റ്റ് ഇവര്. പക്ഷേ ഈ പൊളിറ്റിക്സ് ഇവർ മാത്രമേ, ഇതിനു മുമ്പ് ഒരു ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ ഉണ്ടായിരുന്നു അവിടെ ഹൈദരാബാദിൽ. അദ്ദേഹം ഇതേമാതിരി കർഷക സമരം നടന്നപ്പോൾ, ഡൽഹിയിലെ JNU പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ ഇവിടെ ഒരു സെക്യുലർ മീറ്റ് നടത്താൻ വേണ്ടി കുറെ ലെഫ്റ്റിസ്റ്റുകാരെയും കുറെ ജിഹാദികളെ വിളിച്ച് ബ്രിട്ടീഷ് ഹൈ കമ്മീഷന്റെ സൽക്കാരം നടത്തി, റെഗുലറായിട്ട് നടത്തിയായിരുന്നു. അവസാനം ഞാൻ കുറെ അതിനെ പറ്റി ഒബ്ജക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല കേട്ടോ, അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രഷറിൽ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ ഇവരൊരു ടാക്ടിക്കാണ്. ഇവരുടെ കയ്യിൽ കുറെ കാശുണ്ട്. ഈ എംബസീസ് ആയാലും കൺസുലേറ്റ്സ് ആയാലും ഹൈ കമ്മീഷൻ ആയാലും ഇവരുടെ കുറെ കാശുണ്ട്. ഇവരെ കാശ് വരും. ഇപ്പോൾ ഹൈദരാബാദില് ഇറാനിലെ ഡൽഹി കഴിഞ്ഞ ഏറ്റവും വലിയ കൺസുലേറ്റ് ഹൈദരാബാദിലാണ്, ഇറാൻ ഗവൺമെന്റ്.
ഒറ്റ സിറ്റിയിലാണ് അത് ആലോചിക്കണം. ഇറാൻ, അമേരിക്ക, ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ എല്ലാവരും ഉണ്ട് അവിടെ. എല്ലാ വലിയ വലിയ കളിക്കാരും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ ഈ അമേരിക്കൻ കൺസുലേറ്റ് ജനറൽ ചെയ്യുന്ന എന്താണ്, അവർ പോയി ഇങ്ങനെ കാണും, അവർ മീറ്റ് ചെയ്യും, അവരവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ പറയും. ഇതൊക്കെയാണ് അവരുടെ ലോജിക്. നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ശരിയാണ്, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ ഒരു ഡിപ്ലോമാറ്റിക്, നിങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമാണ് എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അറിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഒവൈസി കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും, ബിക്കോസ് ഇയാൾ കാലത്തിന് കഴിഞ്ഞ് ആദ്യം പറയും ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു അമേരിക്ക എന്നാണ്, അമേരിക്കയെ കൊല്ലണം. അതാണ് ആദ്യം. അങ്ങനത്തെ ഒരാൾക്ക് US ഗവൺമെന്റ് വിസ കൊടുത്തു. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വിസ കൊടുത്ത ആൾക്ക് 10 കൊല്ലം ഡിപ്ലോമാറ്റിക് വിസ ഉണ്ടല്ലോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ FBI ആള്. അദ്ദേഹം പോയി വരും അവിടെ, USA പോയി വരും. പക്ഷെ കാലത്തിന്റെ പിന്നെയും എന്നിട്ട് ഡെത്ത് ടു ഇത്, പിന്നെ മോദിയെ തെറി വരും. അത് നെക്സ്റ്റ് മോദി ചീത്ത പറയലാണ് നെക്സ്റ്റ് പരിപാടി. പക്ഷെ കൺസുലേറ്റ്സിന്റെ കാശ് കുറയുണ്ട്. അപ്പൊ ഈ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴും, ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ ഒരു വിങ് എന്ന് പറയാം അതിനെ. അപ്പൊ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ അവർക്കൊരു ഡിഫറൻസ് ആണ്, ഈ മാമോദിസ മുക്കലാണ് അവരുടെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളത്, ബാപ്റ്റിസ്റ്റ് ചർച്ചും പ്രൊട്ടസ്റ്റന്റ്സും തമ്മിലുള്ള. അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും അവർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇവര് പറഞ്ഞ വെള്ളത്തിൽ മുക്കിയിട്ട് ബാപ്റ്റിസം ചെയ്യാൻ പാട്ടാരാണ്, വെള്ളം ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് പറ്റില്ല. അതൊരു വലിയൊരു ഡിഫറൻസിയേഷൻ ആണ് ബാപ്റ്റിസ്റ്റ്. ഈ അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ഇന്ത്യയിൽ വരാൻ കാരണം, സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് നമ്മൾ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് മുഴുവൻ ബാപ്റ്റിസ്റ്റ് ആണ്, കാത്തലിക്സ് അല്ല. ഇതാണ് അവരുടെ മെയിൻ ആയിട്ട്. അപ്പൊ എന്താണ് അവിടെ ബാപ്റ്റിസ്റ്റ് വരാൻ കാരണം, സെക്കൻഡ് വേൾഡ് വാർ അമേരിക്കക്കാർ കുറെ അവിടെ വന്നിരുന്നു, സോൾജേഴ്സ് വന്നിരുന്നു. അവരുടെ കൂടെ ഇപ്പൊ അവര് ചർച്ചും ബാക്കിയുള്ള പാർട്ടികളൊക്കെ വന്നു. ഇപ്പൊ നാഗാലാൻഡ് ആയാലും നമ്മൾ ബാക്കിയ നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് ദർ ഓൾ ബാപ്റ്റിസ്റ്റ്. അതാണ് അവിടെ അമേരിക്കൻ ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ, അവിടെ കാത്തലിക് ഇൻഫ്ലുവൻസ് കുറവാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ നേരെ ഇവർ ഓരോ ശ്രമങ്ങൾ നടത്തുക. ഇത് പുതിയതായിരുന്നല്ല, ഇത് വളരെ പഴയതാണ്. ചന്ദ്രബാബു നായിഡു ഇതൊരു വലിയൊരു പ്ലെയർ ആണ്. ഇപ്പോൾ മോദിക്ക് ത്രെറ്റ് ഉണ്ടോന്ന് പറഞ്ഞാൽ മോദിക്ക് ത്രെറ്റ് ഒന്നുമില്ല. നായിഡുവിനെ ഹാൻഡിൽ ചെയ്യാൻ മോദിക്ക് നന്നായിട്ട് അറിയാം. നായിഡുവിന്റെ നേരെ ഒരു 10-12 കേസുകൾ കിടക്കുന്നുണ്ട് ഇപ്പോഴും. അതിലൊരു കേസിൽ അദ്ദേഹം ജയിലിൽ പോയിരുന്നു, നമ്മുടെ ഈ ജഗനുള്ള സമയത്ത്, മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്. ഇനി വേണമെങ്കിൽ പിന്നെയും ജയിലിൽ പോവാം നായിഡുവിനെ. അത്ര കറപ്ഷന്റെ ആളത്ര ഇന്ത്യയിൽ പറയില്ല, ദൂത് മേ ദുലവ് എന്ന പാലിലിങ്ങനെ കുടിച്ചു വന്ന ആളെന്നല്ല പാർട്ടി. അത്യാവശ്യത്തിനുള്ള കറപ്ഷൻ കേസൊക്കെ അദ്ദേഹത്തിന് നേരെയുണ്ട്. പക്ഷെ ഈ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസ്, ഈ സ്പുട്നിക്കിന്റെ റിപ്പോർട്ട് നമ്മൾ കുറച്ച് എക്സാജറേറ്റഡ് ആണെന്ന് പറയാം. ബിക്കോസ് ഈ ജെനിഫർ തന്നെ ലേഡി പറഞ്ഞതിന് മുമ്പ്, ഇതിനു മുമ്പുണ്ടായ കൗൺസിൽ ജനറലും ഇവരൊക്കെ പോയി കണ്ടിരുന്നു, റെഗുലറായിട്ട് കാണും. പിന്നെ അവർ ഡിന്നറൊക്കെ ഉണ്ടാവും അവർക്ക് റെഗുലറായിട്ട്. അവരൊരു ജൂലൈ 4th അവർ ഇൻഡിപെൻഡൻസ് ഡേ ദിവസം ഡിന്നർ ഉണ്ടാവും, അതേപോലെ ക്രിസ്മസിന്റെ സമയത്ത് ഡിന്നർ ഉണ്ടാവും. ഇഷ്ടം പോലെ ലിക്കറും ഫുഡും ലാവിഷ് ആയിട്ട് 5-star ഹോട്ടലിന്റെ പരിപാടികളൊക്കെയാണ്. അപ്പൊ അതിൽ ഇങ്ങനത്തെ ഈ സോഷ്യലൈറ്റ്സിനൊക്കെ വിളിക്കും. അതിൽ കുറെ ലെഫ്റ്റിസ്റ്റുകളാണ് അതിൽ വിളിക്കുക. അവര് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, ഈ പറഞ്ഞ മാതിരി ലിബറൽ തിങ്കേഴ്സ് ഉണ്ടാവും. BJP വേണമെങ്കിൽ 1-2 പേര് അവിടുത്തെ യൂണിയൻ മിനിസ്റ്റർ കിഷൻ റെഡ്ഡിയോ ബണ്ടി സഞ്ജയ് അവരെയൊക്കെ വിളിക്കും, അത്രയും. പക്ഷെ മെജോറിറ്റി 90% ഒരു പറയുകയാണെങ്കിൽ 90% ഈ ലെഫ്റ്റിസ്റ്റ് ജിഹാദി കോമ്പിനേഷനുകളുണ്ടാവും. പക്ഷെ നമ്മൾ ചന്ദ്രബാബു നായിഡു ഇൻഫ്ലുവൻസ്, ബാപ്റ്റിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് ആന്ധ്ര സൈഡില് കൺവേർഷൻ, തമിഴ്നാട് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുന്നത് ആന്ധ്രയിലാണ്. തെലങ്കാനയെക്കാട്ടും കൂടുതൽ ആന്ധ്രയാണ്. അപ്പൊ തമിഴ്നാട് കഴിഞ്ഞ കൺവേർഷൻ നടക്കുന്നത് ആന്ധ്ര ഏരിയയിൽ എവിടെ പോയാലും ചർച്ചുകളുടെ 4 കളിയാണ്. അതിൽ സ്പെഷ്യലി ബാപ്റ്റിസ്റ്റ് ചർച്ച് നല്ല പവർഫുൾ ആണ്. ഈ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മുടെ ബംഗ്ലാദേശിൽ അമേരിക്ക ഇടപെട്ടിട്ട് നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, CAA അടക്കമുള്ള ആൾക്കാർ. അപ്പൊ അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് എന്ന് വേറെ പല ആൾക്കാരും പറയുന്നുണ്ട്. പോരാത്തതിന് അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ചർച്ച് പ്രധാനമായിട്ടും അവർ ഫണ്ട് ചെയ്യുന്നത് എന്നും വേറെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഇത് ചന്ദ്രബാബു നായിഡു നമ്മുടെ NDAയുടെ പിന്തുണ പിൻവലിക്കും എന്നുള്ള വാർത്തകൾ കുറെ നാൾക്ക് മുമ്പ് വരുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും ഇവിടെ ഖുർഷിദിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് ആന്തരികമായിട്ടുള്ള വലിയ കലാപം രാജ്യത്ത് ഉടലെടുക്കും. പക്ഷെ മുകളിൽ നോക്കുമ്പോൾ ശാന്തമായിരിക്കും, തൊലിപ്പുറം നോക്കുമ്പോൾ ശാന്തമായിരിക്കും, പക്ഷെ ഉള്ളിൽ വലിയ കലാപം പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ബംഗ്ലാദേശിലുള്ള ഈ കലാപം കാണുന്നതും അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പുറത്തു വരുന്നത്. ഈ സ്പുട്നിക് എന്ന് പറയുന്ന ന്യൂസ് ഏജൻസി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ഇവിടെയുള്ള പല കൊങ്ങി സുഡാപ്പികളും ഇതൊക്കെ ഒരു ന്യൂസ് ഏജൻസി ആണോ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അവർക്ക് പിന്നെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ പുറത്തുവിടുന്ന ആൾക്കാരെ വലിയ വിലയുള്ളൂ. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു 2 മക്കളും ഒരു ഭാര്യയും ഉണ്ടെന്ന് ഒരു റിപ്പോർട്ട് പോയി മാധ്യമം പുറത്തു വിട്ടിട്ടുണ്ട്. അതവര് കണ്ടതായിട്ട് നടിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷെ മോദിക്കെതിരെ ഏത് ചപ്പ് ചവറ്
ഒരു അഴുക്കുമൂട്ട ഒരു പ്രസ്ഥാനം ഒരു റിപ്പോർട്ട് പുറത്തു വിട്ടാലും ഇവരത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ സാറിന് എന്താ തോന്നുന്നത്, ഈ ചന്ദ്രബാബു നായിഡു ഈ ഒരു ട്രാപ്പിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട്? ഈ വഖഫ് നിയമ ഭേദഗതി വന്നപ്പോഴും ഇനി വരാൻ പോകുന്നത് നമ്മുടെ UCC ആണ്. ആ യു സി സി അത്ര ഗംഭീരം എന്ന് പറഞ്ഞാൽ അത്ര വേഗത്തിൽ മോദിക്ക് നടപ്പാക്കാൻ പറ്റില്ല. കാരണം സഖ്യകക്ഷികളുടെ ഒരു എതിർപ്പുണ്ടാവും. വഖഫിൽ തന്നെ ഇപ്പൊ ഈ TDP വലിയ രീതിയിലൊരു എതിർപ്പ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നോക്കാതെയാണ് മുന്നോട്ട് പോയത് എന്നുള്ള വാർത്തകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ TDP നരേന്ദ്രമോദിയുമായിട്ട് ഇടയാനുള്ള സാധ്യത കൂടുതലാണോ? അങ്ങനെയാണെങ്കിൽ അവർ പിന്തുണ പ്രഖ്യാപിക്കുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രതിപക്ഷവും നമ്മുടെ ഈ മോദിക്കെതിരായിട്ട് മോദിയെ പ്രതികൂലിക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്നത്. എന്താ തോന്നുന്നു? ഒന്നും നടക്കില്ല ധനുഷ്. ചന്ദ്രബാബു നായിഡുവിന് വേറെ വഴിയില്ല, സപ്പോർട്ട് ചെയ്തേ പറ്റൂ. വേറെ കാര്യം എന്താ പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിന് അവിടെ ആന്ധ്രയുടെ ഡെവലപ്മെന്റ് നടത്തിയില്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു അടുത്ത ഇലക്ഷൻ തോൽക്കും. ജഗൻ തിരിച്ചു വരും. ജഗൻ പിന്നെയും എന്ത് പറഞ്ഞാലും ജഗൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. ജഗൻ ഈവൻ ദോ അദ്ദേഹം ക്രിസ്ത്യാനി ആയാലും കണ്ടിന്യൂസ് ആയിട്ട് മോദിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒറ്റയടിക്കും എല്ലാ വോട്ടിങ്ങിലും കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് 5 കൊല്ലം സെക്കൻഡ് ടേം മോദിയുടെ എല്ലാ ബില്ലിനും സപ്പോർട്ട് കൊടുത്തൊരു പാർട്ടിയായിരുന്നു YSRCP, ജഗന്റെ പാർട്ടി. അപ്പോ നായിഡുവിന് അറിയാം കാര്യം. നായിഡുവിന് വളരെ നന്നായിട്ട് അറിയാം. ഒന്ന്, നായിഡുവിന്റെ നേരെയുള്ള CBI കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 5-6 കേസുണ്ട് CBI കേസ്. അത് അധികം ദിവസം പിടിക്കില്ല എടുത്ത് പുറത്തിടാൻ. രണ്ടാമത്തത്, ആന്ധ്രയുടെ ഡെവലപ്മെന്റ് നടത്താണ്ട് ചന്ദ്രബാബു നായിഡുവിന് അടുത്തൊരു ഇലക്ഷനിലേക്ക് കടക്കാൻ പറ്റില്ല. ആ ഡെവലപ്മെന്റ് വേണ്ട കാശ് ഇന്നും എനിക്കാണ്. അദ്ദേഹം ഡൽഹിയിലുണ്ട്, മോദിയെ കാണാൻ പോയിട്ടുണ്ട്. മോദി വളരെ ക്ലിയർ ആയിട്ട് ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ് റെഡ് ഫോർട്ടിൽ ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ UCC കൊണ്ടുവരും, 1 നേഷൻ 1 പോൾ കൊണ്ടുവരും, എതിർക്കാനുള്ളവരെ എതിർത്തോട്ടെ എന്ന്. അതാണ് ഒരു ക്ലിയർ മെസ്സേജ് നായിഡുവിന്. ചന്ദ്രബാബു നായിഡുവിന് മെയിൻ ആയിട്ടുള്ളത് ബിസിനസ് ഉണ്ട്. അദ്ദേഹത്തിന് ഹെറിറ്റേജ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ഉണ്ട്. അതിൽ കുറെ ഭാഗം വിറ്റു. പക്ഷെ ഇനിയിപ്പോ പാലിന്റെ ബിസിനസ് ഇപ്പോഴും കയ്യിലുണ്ട്, ആളുടെ കയ്യിൽ ഹെറിറ്റേജ് മിൽക്കിന്റെ ബിസിനസ് ഉണ്ട്. ചന്ദ്രബാബു നായിഡുവിന് വേണ്ട ആളാണ് നമ്മുടെ മോദി, വേണം സപ്പോർട്ട്. ഇതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ തെറ്റാൻ കാരണം മോദി ഈ പറഞ്ഞ മാതിരി ചന്ദ്രബാബു നായിഡുവിന്റെ എല്ലാത്തിനും ഡാൻസിങ് ചെയ്യില്ല. അപ്പൊ ചന്ദ്രബാബു നായിഡു അപ്പൊ പോയി മോദിയെ തെറി വിളിച്ചു പറയും. അങ്ങനെയൊക്കെ ചെയ്ത ആളാണ്. പിന്നെ കൺവീനറൊക്കെ ആയതാണ് നമ്മുടെ ആന്റി ഓപ്പോസിഷൻ ഫ്രണ്ടിന്റെ ഒക്കെ. പക്ഷെ ഈ കളിയില് മോദി എത്രയോ മുന്നിലാണ് ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡു ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വളരെ ക്ലിയർ ആണ്. ആന്ധ്രയിലെ ആൾക്കാർ ചന്ദ്രബാബു നായിഡുവിനെ എടുത്ത് കുപ്പത്തൊട്ടിയിലിടാൻ ആദ്യം നേരെ എടുക്കില്ല. എങ്ങാൻ മോദിയുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ജഗൻ തിരിച്ചു വരും, അത് സംശയം വേണം. അല്ല, ഞാനിതില് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അത് ഞാനിതിൽ പ്രധാനമായിട്ടും കാണുന്നത്, ഞാനിത് വേറെ പല ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവരെല്ലാവരും പറയുന്നത് ജഗൻമോഹൻ റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും അല്ല അവിടെ ഇനി ഭരിക്കാൻ പോകുന്നത്. പവൻ കല്യാണിന്റെ പാർട്ടി ഒരു തീവ്ര ഹിന്ദുത്വ പാർട്ടിയാണ്. പവൻ കല്യാണിന്റെ പാർട്ടി വളർന്നു വരാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം നരേന്ദ്രമോദി ഉന്നം വെക്കുന്നത് അതാണ്. കാരണം മോദിയെ ഒരു ഗോഡ് ഫാദർ പോലെയാണ് പവൻ കല്യാൺ കണ്ടുകൊണ്ടിരിക്കുന്നത്. പവൻ കല്യാൺ ചന്ദ്രബാബു നായിഡുവിനെയും ജഗൻമോഹനെയും അടക്കം തൂത്തെറിഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഹിന്ദുത്വം പറഞ്ഞ് മുന്നിലോട്ട് വന്ന ആളാണ്. യഥാർത്ഥത്തിൽ BJPക്ക് ഒരു ഭീഷണിയാണ് ഈ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി എന്ന് പറയുന്നത്. പക്ഷെ BJP ആഗ്രഹിക്കുന്നത് പവൻ കല്യാണിന്റെ പാർട്ടി അവിടെ വളർന്നു വരണമെന്നാണെന്ന് പറയുന്നു. അത് സത്യമാണോ? അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇതുകൂടെ പറഞ്ഞു നമുക്ക് നിർത്താം. ഉണ്ട്. ബിക്കോസ് വേറെ ഒന്നല്ല, ചന്ദ്രബാബു നായിഡുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആള് പവൻ കല്യാണാണ്. പവൻ കല്യാൺ മാത്രമല്ല, ചിരഞ്ജീവി ഫാമിലി, കൊനിഡാല ഫാമിലി എന്നാണ് അവരുടെ പേര്. രാം ചരൺ, ചിരഞ്ജീവി, പവൻ കല്യാൺ, ഇവരൊക്കെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ചന്ദ്രബാബു നായിഡുവിന് വളരെ നന്നായിട്ട് അറിയാം, എങ്ങാൻ മോദിയുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പവൻ കല്യാണിന്റെ സപ്പോർട്ടേഴ്സിനെ കൊണ്ട് തെരുവിലിറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂട്ടടിയായിരിക്കും നായിഡുവിന് ആന്ധ്ര വിട്ട് ഓടേണ്ട വരും. അതാണ് മോദിയുടെ ഏറ്റവും വലിയൊരു തുറുപ്പ് കയ്യിലുള്ള ട്രംപ് കാർഡ്. അതാണ് മോദിയുടെ കയ്യിലുള്ള. അത് വെച്ച് കളിക്കും മോദി. എന്തെങ്കിലും പവൻ കല്യാൺ ഈ പറഞ്ഞ ഗോഡ് ഫാദറിനെക്കാട്ടും കൂടുതൽ ഫാദർ ഫിഗർ ആണ് മോദി. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് പവൻ കല്യാൺ ചെയ്യും. മോദി കയ്യിൽ വെച്ചിരിക്കുന്ന പവൻ കല്യാണാണ്. പവൻ കല്യാൺ ഇതിനു മുമ്പ് ചെറിയ ഡിബേറ്റിൽ പറഞ്ഞിരുന്നത്, പവൻ കല്യാൺ ഉള്ളവരെ ചന്ദ്രബാബു നായിഡു അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കില്ല. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം പവൻ കല്യാണിന്റെ മാസ് സപ്പോർട്ട്, അത് ഹിന്ദുത്വ സപ്പോർട്ട്. അതെങ്ങാൻ ഈ നായിഡു പോയി കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ വേറെ ആരായാലും പവൻ കല്യാൺ കളിക്കാനുള്ള കളിയറിയാം. അത് സിനിമ സ്റ്റാർ ആണ്. വിളിച്ചു കഴിഞ്ഞാൽ റോഡിൽ 10 ലക്ഷം പേര് വരും. പിന്നെ നമുക്കറിയാം എന്താ ഉണ്ടാവാൻ പോണെ. നമ്മൾ കണ്ടു പവൻ കല്യാണിന്റെ ഇതൊക്കെ. സത്യം പറഞ്ഞാല് ഈ സൗത്ത് ഇൻഡിപെൻഡന്റ് പോരാളി ഷാജി പവൻ കല്യാണിന്റെ പടമാ മണ്ടൻ. ആ കിഴങ്ങിട്ടേക്കുന്നത് പവൻ കല്യാണിന്റെ ഫോട്ടോ കേട്ടോ. എന്നിട്ട് അവൻ വിചാരിച്ചു വെച്ചേക്കുന്നത് ഇത് മറ്റേ വേറെ ഏതോ കമ്മ്യൂണിസ്റ്റ് അല്ലാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്. പവൻ കല്യാൺ ഇപ്പൊ BJP അനുകൂലിയ അനുഭാവിയാണ്. ഇയാളുടെ BJP
സപ്പോർട്ടറൊക്കെ ആയിരുന്നു. ഇപ്പോഴും ആണ് നരേന്ദ്രമോദിയെ ഒരു ഫാദർ ഫിഗർ പോലെ കണ്ടിരിക്കുന്ന ആളാണ് സത്യം പറഞ്ഞാലേ സാറേ. ഈ സൗത്ത് റീമെയിൻസ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇവന്മാർ ഇടക്കിടയ്ക്ക് അടിച്ച് ഇറക്കും. അതായത് നമ്മുടെ സൗത്ത് ദക്ഷിണ ഭാരതം വളർത്തിയെടുക്കാനുള്ള ഒരു സെറ്റപ്പ്, കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ സൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നോർത്തിനെക്കാട്ടിലും BJP വേര് ഊന്നിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം രേവന്ത് റെഡ്ഡി, നമ്മളെ തെലങ്കാനയിൽ ഇരിക്കുന്ന രേവന്ത് റെഡ്ഡി ഒരു പക്ക RSS കാരനാണ്. അയാളെ ഇപ്പൊ നരേന്ദ്രമോദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ കൂടും കുടുക്കിയെടുത്ത് BJP-യിലോട്ട് വന്ന് അവിടെ ഭരണം പിടിക്കും. രണ്ടാമത് ഇവിടെ ഇരിക്കുന്ന ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് BJP-യിലെ BJP നയിക്കുന്ന സർക്കാരാണ്. പവൻ കല്യാണിനെ പോലുള്ള ആൾക്കാരാണ് BJP സഖ്യകക്ഷിയാണ്. കർണാടകയിലേക്ക് വരുമ്പോൾ BJP-യുടെ ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് അവിടെ ഉണ്ട്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ 3% വോട്ട് ചെയ്യുന്ന കഴിഞ്ഞ ലോക്സഭയിൽ 18% വോട്ടായിട്ട് അണ്ണാമലൈ അത് അവിടെ ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇത്തവണ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ BJP വലിയ രീതിയിൽ അധികാരം പിടിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്. അങ്ങനെ തെലങ്കാനയിൽ 8 സീറ്റ് BJP-ക്ക് ഉണ്ട്, 8 സീറ്റ് കോൺഗ്രസിനുണ്ട് ഈ ഇലക്ഷൻ ലോക്സഭ. കോൺഗ്രസിന്റെ അതേ ലെവലിലാണ് BJP നിൽക്കുന്നത് തെലങ്കാനയിൽ. അതേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ BJP വലിയൊരു മുന്നേറ്റം നടത്തുന്ന, സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ 3 സംസ്ഥാനം, പിന്നെ ഗോവ നമ്മുടെ കയ്യിലാണല്ലോ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അപ്പോ ദക്ഷിണേന്ത്യയിൽ കളിയിറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ഈ സ്പുട്നിക് പുറത്തുവിട്ട ഈ ജെനിഫർ അമ്മച്ചിയുടെ കേസ് എന്താവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. മിക്കവാറും അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ അമേരിക്കയും ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നരേന്ദ്രമോദി ഏത് രീതിയിൽ മൂവ് ചെയ്യുന്നു എന്ന് കണ്ടു തന്നെ അറിയാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമസ്കാരം.